1996 നവംബർ മാസം 12 സൗത്ത് കരോളിന. സമയമപ്പോ രാത്രി 8:54. വെർജീനിയ തന്റെ വീട്ടിലുള്ള ലിവിംഗ് റൂമിലിരുന്ന് കുടുംബത്തിലുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ അവരുടെ പേജർ ഡിവൈസിൽ ഒരു മെസ്സേജ് റിസീവായി. അത് കണ്ട ഉടനെ വെർജീനിയ എഴുന്നേറ്റ് ലാൻഡ് ലൈനിൽ അല്പസമയം സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് അവസാനിച്ചതും തന്റെ ഹാൻഡ് ബാഗ് എടുത്ത് പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ കുടുംബത്തിലുള്ളവർ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അതിനവളും തനിക്ക് ജോലി വന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. സത്യത്തിൽ വെർജീനിയ വീട് വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു ചെയ്തത്. എപ്പോഴും ഒരു വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ സ്വന്തം വീട്ടിൽ നിന്നും പോവുക. അടുത്ത ദിവസം രാവിലെ സൗത്ത് കരോളിനയിലുള്ള റോഡ്സ്വുഡ്സ് എന്ന ഭാഗത്ത് ഒരാൾ അയാളുടെ നായയുമായി വാക്കിംഗ് പോവുകയായിരുന്നു. ഈ സമയം അയാൾക്ക് മുൻപിലുള്ള മൺറോഡിൽ താഴെ എന്തോന്ന് കിടക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അത് എന്താണെന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതൊരു പെൺകുട്ടിയുടെ ശരീരമാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ 911 കോൾ ചെയ്തു. പോലീസും അല്പസമയത്തിൽ സംഭവ സ്ഥലത്തെത്തി. പുറം തലയിൽ വെടിയേറ്റ അവസ്ഥയിൽ രക്തം വാർന്നു കിടന്ന ആ ഒരു പെൺകുട്ടി മറ്റാരുമല്ല, വെർജീനിയ ആയിരുന്നു. പോലീസ് ഈ ഒരു കേസ് അന്വേഷിച്ച് ഇതിന് പുറകിൽ ആരായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ പോലീസിന് വലിയൊരു ട്വിസ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. ഫോറൻസിക് ടീം, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത പോലീസ് ഓഫീസേഴ്സ് ഇവരെല്ലാവരും ചേർന്ന് കുറ്റവാളിയെ വളരെ ബ്രില്യൻ്റ് ആയി തന്നെ പിടികൂടി. അന്നത്തെ ദിവസം ജോലിക്കായി വീട്ടിൽ നിന്ന് പോയ വെർജീനിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ ഈ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വ്യക്തമായി കാണാൻ പോകുന്നത്. ഇപ്പോൾ അന്വേഷണം തുടങ്ങിയ പോലീസും ആ ക്രൈം സീൻ സെക്യൂർ ചെയ്യുന്നു. ഉടൻ തന്നെ ആ ഒരു സ്ഥലത്ത് ഫോറൻസിക് ടീം വരികയും അവിടെയുള്ള തെളിവുകളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. വെർജീനിയയ്ക്ക് മൊത്തം 3 തവണ വെടിയേറ്റിട്ടുണ്ട്. അതിൽ 1 തലയിലായിരുന്നു. അതൊരു എക്സിക്യൂഷൻ സ്റ്റൈലിലായിരുന്നു. അതുകൂടാതെ തൊട്ടടുത്ത് 2 ബുള്ളറ്റിന്റെ ഷെൽ കേസും കിട്ടി. അവളുടെ വലതുകാലിലെ ഷൂ മിസ്സായിരുന്നു. എന്നാൽ ആ കാലിന്റെ പാദത്തിൽ യാതൊരുവിധ മണ്ണോ ചെളിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ അവളുടെ മുളങ്കാലിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. വെർജീനിയയെ 3 തവണ വെടിവെച്ചിട്ടുണ്ട്. എന്നാൽ സംഭവ സ്ഥലത്ത് 2 ബുള്ളറ്റിന്റെ ഷെൽ കേസ് മാത്രം കിട്ടിയതുകൊണ്ട് പോലീസ് ചിന്തിച്ചത് വെർജീനിയയെ ആദ്യം മറ്റെവിടെയോ വെച്ച് വെടിയേറ്റിട്ടുണ്ട്, അവിടെ നിന്നും ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ വെച്ച് വീണ്ടും 2 തവണ വെടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അവളുടെ കാലിലും പരിക്കേറ്റത്. അതുപോലെ വെർജീനിയയുടെ ശരീരം കണ്ടുപിടിച്ച സ്ഥലത്തിന് അടുത്തു നിന്നും കറക്റ്റ് ഒരു 20 അടി മാറി 2 എംപ്റ്റി ബിയർ ബോട്ടിൽസ് കണ്ടുപിടിച്ചു. എന്നാൽ ആ ബോട്ടിലിനും ഈ ഒരു സംഭവത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും പോലീസിന് അറിയില്ല. കൂടാതെ അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ മുടി അല്ലാതെ മറ്റൊരു മുടി കണ്ടുപിടിക്കുന്നു. അവളെ ശാരീരികമായി പീഡിപ്പിച്ചതിന്റെ യാതൊരുവിധ തെളിവും കിട്ടിയില്ല. പോലീസ് ഇപ്പോൾ യാതൊരു ചെറിയ കാര്യം പോലും മാറ്റിവെക്കാതെ അവിടെയുള്ള സംശയിക്കുന്ന രീതിയിലുള്ള എല്ലാം പോലീസ് ശേഖരിക്കാൻ തുടങ്ങി. ഇതിനുശേഷം അന്വേഷണം ആരംഭിച്ച പോലീസിന് വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു കാത്തിരുന്നത്. ഒരു പക്ഷേ പോലീസിന് അത് വലിയ കാര്യമായി തോന്നിയിട്ടുണ്ടാകില്ല. പക്ഷേ വെർജീനിയയുടെ കുടുംബത്തിന് അത് വലിയ ഞെട്ടലുണ്ടാക്കി. കാരണം പോലീസ് വെർജീനിയയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ അവൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളത് മനസ്സിലായി. അതെ, വെർജീനിയ അവളുടെ കുടുംബത്തിലുള്ളവരോട് കള്ളം പറയുകയായിരുന്നു. അവൾ വീട് വൃത്തിയാക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് വളരെ ആപത്തായ ഒരു ജോലിയായതുകൊണ്ട് പോലീസിന് സസ്പെക്ട്സിന്റെ ലിസ്റ്റും വളരെ വലുതായി തന്നെ കിട്ടി. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വെർജീനിയയുടെ കാർ അവളുടെ ശരീരം കിടന്ന സ്ഥലത്തിന് അടുത്ത് ഒരു 4 കിലോമീറ്റർ മാറി ഒരു പാർക്കിംഗ് ലോട്ടിൽ നിന്നും കിട്ടി. പോലീസ് വിചാരിച്ചതുപോലെ ആ ഒരു കാറിനുള്ളിലായിരുന്നു മറ്റൊരു ബുള്ളറ്റിന്റെ ഷെൽ കേസ് ഉണ്ടായിരുന്നത്. അതായത് വെർജീനിയയെ അവളുടെ കാറിനുള്ളിൽ വെച്ചാണ് വെടിവെച്ചത്. ആ കാർ വിൻഡോ മുഴുവനിലും രക്തം തെറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആ കാറിനുള്ളിൽ ക്രൈം സീനിൽ നിന്നും കിട്ടിയ അതേ ബ്രാൻഡ് ബിയർ ബോട്ടിൽ തുറക്കാതെ അങ്ങനെ ഫുള്ളായി ഉണ്ടായിരുന്നു. ആ കാറിന്റെ ഡോറിന് താഴെ ഉണ്ടായിരുന്ന രക്തം കാണുമ്പോൾ അവളെ വെടിവെച്ചതിന് ശേഷം പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി എന്നുള്ളത് വ്യക്തമാക്കി. അവളുടെ കാണാതായ മറ്റൊരു ഷൂ ആ കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിന് അടിയിലായി കിടന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനായി വെർജീനിയ മരിക്കുന്നതിന് മുൻപ് അവളുടെ പേജറിലേക്ക് വന്ന മെസ്സേജ് ആരയച്ചു എന്നുള്ളത് ട്രേസ് ചെയ്യാൻ തുടങ്ങി. അത് 27 വയസ്സുള്ള ജസ്റ്റിൻ ബുള്ളാർഡ് എന്നയാളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നതെന്ന് പോലീസ് കണ്ടുപിടിച്ചു. പോലീസ് ജസ്റ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം നടക്കുമ്പോൾ താൻ തന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു എന്നും പറഞ്ഞു. പക്ഷെ സംശയം വന്ന പോലീസ് അവന്റെ വീട് പോയി പരിശോധിക്കാൻ വാറന്റ് വാങ്ങി. വീട് പരിശോധിക്കാനും തുടങ്ങി. അവിടെ ക്രൈം സീനിൽ നിന്നും കിട്ടിയ സെയിം ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ഒരു 380 കാലിബർ പിസ്റ്റൾ അവർക്ക് കിട്ടി. അതുമാത്രമല്ല,
അവിടെയുള്ളൊരു ഡ്രോയ്ക്കുള്ളിൽ ഫോൺ ബുക്കിൽ നിന്നും കീറിയെടുത്ത ചില പേജസും കിട്ടി. ആ കീറിയ പേജിലുണ്ടായിരുന്നത് എസ്കോർട്ട് കോൾ ഗേൾ സർവീസിന്റെ നമ്പർ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് പുറമെ അവിടെ നിന്നും ഒരു പെയർ ഓഫ് ബൂട്ട്സ് ഉണ്ടായിരുന്നു. ആ ബൂട്ട്സ് മൈക്രോസ്കോപ്പിക് ലെവലിൽ പരിശോധിച്ച ഫോറൻസിക് ടീം ആ ബൂട്ട്സിന്റെ ബോട്ടത്തിൽ ഹൈ ഇമ്പാക്ട് ബ്ലഡ് സ്പോട്ട്സ് ഉള്ളത് കണ്ടെത്തി. അങ്ങനെ ആ ബൂട്ട്സിലുണ്ടായിരുന്ന രക്തം DNA PCR ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് വെർജീനിയയുടെ രക്തമാണ് എന്നുള്ളതും കൺഫേം ആയി. അപ്പോ കൊലയാളി അത് ചെയ്തപ്പോൾ ഈ ഒരു ബൂട്ട്സ് ആണ് ധരിച്ചിരുന്നത്. അടുത്തതായി പോലീസ് ജസ്റ്റിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ ആ പിസ്റ്റൾ എടുത്ത് പരിശോധിച്ചു നോക്കുന്നു. അതൊരു സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ആയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയ ഷെൽ കേസ് എടുത്ത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അതേ സെയിം പിസ്റ്റൾ കാരണമാണ് വെർജീനിയ മരിച്ചതെന്നുള്ളത് 100% ഉറപ്പായി. ഇപ്പൊ പോലീസിന് അളവിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ഈ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ജസ്റ്റിനെ ആയിരുന്നു. എന്നാൽ അവൻ ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പോലീസ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കണ്ടെത്തിയത്. വെർജീനിയയുടെ മരണം സംഭവിക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു സംഭവം നടന്നിരുന്നു. തന്റെ ക്ലയന്റിനെ കാണാനായി ഒരു ഗേൾ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് പോയി. അങ്ങനെ പോകുമ്പോൾ അപ്പാർട്ട്മെന്റ് മുഴുവനും ഇരുട്ടായിരുന്നു. ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ യാതൊരു ലൈറ്റും ഇല്ലായിരുന്നു. ലൈറ്റിന് പകരം ആ വീട് മുഴുവനും മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പതുക്കെ അകത്തേക്ക് പോയ ആ പെൺകുട്ടി അവളുടെ ക്ലയന്റിനെ കാണുന്നു. അവിടെ ഹാളിൽ നിന്നുകൊണ്ടിരുന്ന ആ ക്ലയന്റ് അവളെ നോക്കി ആ ഹാളിൽ തന്നെ വസ്ത്രമെല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അവളും അവളുടെ വസ്ത്രമെല്ലാം റിമൂവ് ചെയ്തു. ഈ സമയം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ക്ലയന്റ് കത്തിയെടുത്ത് ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളുടെ കയ്യിലുള്ള പണമെല്ലാം ചോദിക്കാൻ തുടങ്ങി. അവളും അവളുടെ കയ്യിലുള്ള എല്ലാ പണവും അയാൾക്ക് കൊടുത്തിട്ട് വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് അപ്പാർട്ട്മെന്റിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ഇത് മനസ്സിലാക്കിയ പോലീസും ജസ്റ്റിനോട് ചെന്നിട്ട് പറ, നീയല്ല ഇതും ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റിൻ ഈ സമയം ആരും വിശ്വസിക്കാനാകാത്ത ഒരു കഥ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ ഒരു കഥ കേട്ടാൽ ഒരു ചെറിയ കുഞ്ഞു പോലും വിശ്വസിക്കില്ല. അങ്ങനെ ജസ്റ്റിൻ പറഞ്ഞത്, എൻ്റെ ബൂട്ട്സ്, എൻ്റെ പിസ്റ്റൾ ആരോ എടുത്തുകൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും അതെടുത്ത് എൻ്റെ വീട്ടിൽ വെച്ചു. ഈ ഒരു കേസിൽ എന്നെ ആരോ അകപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. പോലീസ് ഇപ്പോൾ ചെയ്തത് വെർജീനിയ മരിക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു സംഭവത്തിൽ രക്ഷപ്പെട്ടു പോയ ആ പെൺകുട്ടിയോട് ജസ്റ്റിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാണോ നിങ്ങൾ അന്ന് കണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ ആ പെൺകുട്ടി ഇല്ല, ഇയാളല്ല എന്ന് പറഞ്ഞു. അതിനടുത്തുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവനാണ് അന്ന് എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അന്ന് രാത്രി നിങ്ങൾ പോയ അപ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പോലീസ് വിചാരിച്ചതുപോലെ ജസ്റ്റിന്റെ അപ്പാർട്ട്മെന്റ് കാണിക്കാതെ ജസ്റ്റിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ചു ദൂരം മാറിയുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിനെ കാണിച്ചു. ഇപ്പോ ഒന്നും മനസ്സിലാകാത്ത പോലീസ് അപ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ പോയി. അതിനകത്തുണ്ടായിരുന്ന ആളുടെ പേര് റോയ് ബെക്ക്. അയാളുടെ ഫോട്ടോ ആയിരുന്നു ആ പെൺകുട്ടി കാണിച്ചത്. പോലീസ് അപ്പാർട്ട്മെന്റിനകത്തേക്ക് പോയതും ആ പെൺകുട്ടി പറഞ്ഞതുപോലെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കറണ്ട് ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചു. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് ഈ കേസിനെ തന്നെ മുഴുവനായും ദിശ മാറ്റുന്ന ഒരു തെളിവ് അവർക്ക് അപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടി. ഈ അപ്പാർട്ട്മെന്റിനുള്ളിൽ വെർജീനിയയെ കണ്ടെത്തിയപ്പോൾ അവർക്ക് അവിടെ നിന്നും കിട്ടിയ ഒരു ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്നു. സെയിം ബ്രാൻഡ് ബിയർ ബോട്ടിൽ അവർക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടി. ഇപ്പോൾ ആ റോയ് ബെക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ അവിടെ നിന്നും ശേഖരിച്ച ആ ബിയർ ബോട്ടിൽ ഫോറൻസിക് ലാബിൽ അയക്കുന്നു. ഇപ്പോൾ ആ ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്ന സീരിയൽ നമ്പറും ക്രൈം സീനിൽ നിന്നും കിട്ടിയ 2 ബിയർ ബോട്ടിൽസ്, അത് കൂടാതെ വെർജീനിയയുടെ കാറിനുള്ളിൽ ഓപ്പൺ ചെയ്യാതിരുന്ന ആ ഒരു ബിയർ ബോട്ടിൽ, ഇതിന്റെ സീരിയൽ നമ്പർ എല്ലാം സെയിം ബാച്ച് ആയിരുന്നു. അപ്പോഴാണ് പോലീസിന് ജസ്റ്റിൻ പറഞ്ഞ ആർക്കും വിശ്വസിക്കാനാകാത്ത കഥ വീണ്ടും മനസ്സിൽ വന്നു. സത്യത്തിൽ ജസ്റ്റിൻ ആ ഒരു കഥയിൽ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്റെ ഫ്രണ്ട് ഇപ്പോൾ റീസെന്റായി 2 ദിവസം എന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചത് എന്നും പറഞ്ഞു. ആ ഒരു ഫ്രണ്ട് മറ്റാരുമല്ല, റോയ് ബെക്കാണ്. പോലീസ് അവർക്ക് കിട്ടിയ എല്ലാ തെളിവുകളും കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അന്നത്തെ ദിവസം എന്ത് സംഭവിച്ചിരുന്നിരിക്കാം എന്നുള്ളത് അവരുടെ കൺമുൻപിൽ വ്യക്തമായി കാണാൻ തുടങ്ങി. ജസ്റ്റിൻ പറഞ്ഞ ഒരു ചെറിയ കുഞ്ഞിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആ ഒരു കഥ സത്യമായിരുന്നു. ജസ്റ്റിൻ ഇത് ചെയ്തിട്ടില്ല, അത് ചെയ്തത് റോയ് ബെക്കായിരുന്നു. ഡ്രഗ് അഡിക്റ്റായ റോയ് ഡ്രഗ് വാങ്ങാൻ പണമില്ലാതായപ്പോൾ എസ്കോർട്ട് സർവീസിന് കോൾ ചെയ്ത് കോൾ ഗേളിനെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരാൻ പറയുകയും അവരോട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി. അതിനുശേഷം അപ്പാർട്ട്മെന്റിൽ കറണ്ട് ഇല്ല എന്ന കാരണം പറഞ്ഞ് ജസ്റ്റിന്റെ അപ്പാർട്ട്മെന്റിൽ ടെമ്പററിയായി താമസിക്കാൻ തുടങ്ങി. അവിടെ ജസ്റ്റിന്റെ പിസ്റ്റൾ ഉള്ളത് കാണുന്നു. അന്നത്തെ ദിവസം അതുപോലെ എസ്കോർട്ട് സർവീസിന് കോൾ ചെയ്ത് ഔട്ട് ഡേറ്റിംഗ് ബുക്ക് ചെയ്തു. അന്ന് റോയ് ബെക്കിന്റെ കോൾ വെർജീനിയക്കായിരുന്നു പോയത്. റോയ് ബെക്ക് ഇപ്പോൾ ജസ്റ്റിന്റെ ബൂട്ട്സും അയാളുടെ പിസ്റ്റലും എടുത്തുകൊണ്ടുപോയി. അങ്ങനെ പോയി അവൻ ബിയറും വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ കാറിൽ വെർജീനിയെ കയറ്റി ആൾ സഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് 2 പേരും ബിയർ കുടിച്ച് അവസാനിച്ചിട്ട് പെട്ടെന്ന് അവന്റെ പക്കലുള്ള ഗണ്ണെടുത്ത് വെർജീനിയയുടെ തലയിൽ ചൂണ്ടിക്കൊണ്ട് നിന്റെ പക്കലുള്ള പണമെല്ലാം തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ വെർജീനിയ എന്റെ പക്കൽ പണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു.
ഇതിൽ ദേഷ്യം വന്ന ബെക്ക് അവളുടെ തലയിൽ തന്നെ വെടിവെച്ചു. അതിനുശേഷം കാറിനുള്ളിൽ നിന്നും അവളെ കുറച്ചു ദൂരം വലിച്ചു കൊണ്ടുപോവുകയും അവിടെയുള്ള ഒരു റോഡിലിട്ടിട്ട് വീണ്ടും 2 തവണ വെടിവെച്ചു. ഇതിനുശേഷം ആ കാർ കുറച്ച് കിലോമീറ്റർ മാറ്റി നിർത്തുകയും ഒന്നും അറിയാത്തതുപോലെ ജസ്റ്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയും അവന്റെ ബൂട്ട്സ്, അവന്റെ പിസ്റ്റൾ എല്ലാം ഇരുന്ന സ്ഥലത്ത് അതുപോലെ വച്ചിട്ട് ജസ്റ്റിനെ ഈ ഒരു സംഭവത്തിൽ അകപ്പെടുത്താൻ അവൻ ശ്രമിച്ചു. എന്നാൽ റോയ് ബെക്കിന് അറിയില്ലായിരുന്നു അവൻ മദ്യപിച്ച് കളഞ്ഞ ആ ഒരു ബിയർ ബോട്ടിൽസ് ഉപയോഗിച്ച് പോലീസ് അവനെ കണ്ടെത്തുമെന്ന്. പോലീസ് വീണ്ടും ഈ ഒരു കേസിൽ അന്വേഷണം നടത്താതിരുന്നുവെന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ജസ്റ്റിൻ ഈ ഒരു കേസിൽ അകപ്പെടുമായിരുന്നു. ഫോറൻസിക് ടീമിന്റെയും പോലീസിന്റെയും വളരെ കൃത്യമായ വ്യക്തമായ അന്വേഷണം കാരണമാണ് ഈ ഒരു കേസിലെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചത്. ഈ കേസിന്റെ തുടക്കത്തിൽ കുറ്റവാളി ആരായിരിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.